സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശം എന്ന ഞങ്ങളുടെ TV പ്രോഗ്രാമിലേക്ക് ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകരെയും ഇതിൽ സംബന്ധിച്ച് സഹകരിക്കുന്നവരായ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്വാഗതവും ആശംസയും നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പസമയം ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് വരാം. അത് ഈ ക്രൈസ്തവ സമൂഹത്തിൽ, ലോകത്തിൽ അധികം ആർക്കും ചിന്തിക്കാനും വെളിപ്പെടാനും കഴിയാത്തതായ വിശേഷ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധയെത്തിരിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നാം പറഞ്ഞുകൊണ്ടിരുന്ന പ്രകാരം അതിൻ്റെ അനുകരണമായിട്ട് അഥവാ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അത് പുതിയ ഒരു ലോകവും ഭരണവും സംജാതമാകുന്നു. അതിലേക്കാണ് പോകുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലേക്ക്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാട് നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. ഞാൻ ഇനി ആവശ്യപ്പെടുമ്പോൾ അത് വായിച്ചു തരണമെന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ രാജാക്കന്മാരുടെ കാലത്ത് BC 600-ാം ആണ്ടിൽ അഥവാ 6-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പുസ്തകമാണ് ദാനിയേലിൻ്റെ പുസ്തകം. അന്ന് യഹൂദന്മാരെയൊക്കെ ഭരിക്കുന്നത് രാജാക്കന്മാരായിരുന്നു. പിന്നീടും രാജാക്കന്മാരുടെ ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചരിത്രപരമായി പുറകോട്ട് പഠിച്ചു നോക്കിയാൽ രാജാക്കന്മാരൊരു പുതിയ സ്വരമല്ല. പിന്നെ വന്നപ്പോൾ രാഷ്ട്രീയമായും ഇലക്ഷനായും ഭരണാധിപന്മാരെ മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നു, അതോ സംബോധന ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഈ രാജാക്കന്മാരുടെ കാലം എന്ന് പറഞ്ഞാൽ ഈ ഭരണാധിപന്മാരുടെ കാലത്ത് സ്വോത്രം എൻ്റെ വീടിൻ്റെ പുറം ചുമരിൽ അഥവാ മതിലിൽ, എൻ്റെ വീടല്ല, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ പുറം മതിലിൽ ഈ വാക്യങ്ങൾ എഴുതി വലിയ സ്റ്റിക്കറിൽ പതിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഭരണാധിപന്മാരുടെ കാലത്ത് ഒരിക്കലും നശിച്ചു പോകാത്തതായ ഒരു രാജ്യം ദൈവം സ്ഥാപിക്കും. അത് മറ്റൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. ഉണ്ടാകും ഇല്ല ഉണ്ടോ? ഭരണങ്ങളെല്ലാം മാറി മറിയും. എന്നോട് വെറുപ്പോ മടുപ്പോ കയ്പോ ദേഷ്യമോ അലോകിമോ വിചാരിക്കേണ്ട. സംഭവിക്കാൻ പോകുന്ന സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നേ ഉള്ളൂ. ഏകദേശം 2600 വർഷം മുമ്പ് അക്കാലത്തുണ്ടായിരുന്നവർ അറിഞ്ഞിരിക്കേണ്ടതിന് വേണ്ടി, പിൽക്കാലത്തുള്ളവർ തിരിച്ചറിയേണ്ടതിന് വേണ്ടി ദൈവം തമ്പുരാൻ പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണത്. അന്നത്തെ രാജഭരണാധികാരിയായിരിക്കുന്ന ബാബേലിലെ നെബൂഖദ്നേസർ രാജാവ് വാഴുന്ന കാലത്ത് തന്നെ തനിക്ക് ദർശനം കൊടുത്തതാണത്. ആ ദർശനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെയും ആ ദർശനം എന്താണെന്ന് ഓർക്കാൻ കഴിയാതെയും പിറ്റേ ദിവസത്തേക്ക് മറന്നുപോയ രാജാവ് തൻ്റെ അധികാരപരിധിക്കകത്തുള്ള താൻ ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നവരായ മന്ത്രവാദികളെ, ശകുനവാദികളെ
ആഭിചാരകന്മാരെ, ക്ഷുദ്രക്കാരെ എന്നീ ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാരെ വിളിച്ചു വരുത്തി. അവരോട് ചോദിച്ചു, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിൻ്റെ അർത്ഥവും പറയണം, എന്നാൽ ഇന്ന ഗിഫ്റ്റ് തരും. ആ വലിയൊരു ഗിഫ്റ്റാണ് പറഞ്ഞത്, അതൊന്നും എനിക്ക് വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ സാധിക്കാതെ വന്നപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു കേട്ടു, നമ്മുടെ രാജ്യത്തെ അടിമയായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇസ്രായേൽക്കാർ അഥവാ യഹൂദന്മാരായിരിക്കുന്ന ആൾക്കാരിൽപ്പെട്ട ഒരുവനുണ്ടല്ലോ, ദാനിയേൽ രാജസന്തതിയിൽപ്പെട്ടവനാണ്. ആ രാജസന്തതിയിൽപ്പെട്ട ദാനിയേലിനെ വിളിച്ചു വരുത്തിയാൽ പക്ഷേ അവൻ സ്വപ്നവും പറയും അർത്ഥവും പറയും എന്ന് രാജാവിനോട് പറഞ്ഞപ്പോൾ കേട്ടവാദി കേൾക്കാത്തവാദി വേഗം ആളയച്ച് ദാനിയേലിനെ അരമനയ്ക്കകത്ത് കൊട്ടാരത്തിനകത്ത് വരുത്തി സ്വപ്നത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു. ദാനിയേൽ പറഞ്ഞു, ഇതേ ശകനവാദികൾക്കും മന്ത്രവാദികൾക്കും ആഭിചാരന്മാർക്കും ക്ഷുദ്രക്കാർക്കും വെളിപ്പെടുന്നതല്ല രാജാവേ, അല്ല, മറിച്ച് ദൈവഭക്തന്മാർക്കും ദൈവമായിട്ട് ഐകമത്യത്തോടെ ഇരിക്കുന്നവർക്കും രണ്ടുപേർ തമ്മിലുള്ള ഉറ്റ ബന്ധം പോലെ ബന്ധം സൂക്ഷിക്കുന്ന ഭക്തന്മാർക്ക് വെളിപ്പെട്ട് കിട്ടുന്നതായത്. ഈ വെളിപ്പെട്ട് കിട്ടിയത് ദൈവത്തിൻ്റെ രഹസ്യകാര്യമാണ്. ആ രഹസ്യകാര്യം എനിക്ക് വെളിപ്പെട്ട് കിട്ടി ഞാൻ പറയാം. അങ്ങനെ പറഞ്ഞ് വന്നപ്പോൾ സമാപനത്തിലെത്തിയപ്പോഴേ ദാനിയേൽ രാജാവിനോട് പറഞ്ഞതാ, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരിക്കലും നശിച്ചു പോകാത്ത രാജ്യത്ത് സ്ഥാപിക്കും. അത് മറ്റൊരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. വേറെ വല്ലവരും ആണെങ്കിൽ കോപത്തോടെ ആട്ടിപ്പുറത്താക്കുകയോ അല്ലെങ്കിൽ അവനെ കൊന്നുകളയോ ചെയ്യും. നെബൂഖദ്നേസർ അതിന് മുതിർന്നില്ല. രാജ്യത്വം പോകുന്നു, ഭരണം പോകുന്നൊക്കെ പറയുമ്പോൾ വെച്ചുകൊണ്ടിരിക്കുമോ? ഇതൊക്കെ ഇവിടുത്തെ ഭരണാധികാരിമാർ കേട്ടാൽ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിത് TV പ്രഭാഷണത്തിൽ ഒതുക്കാതെ യൂട്യൂബിലൊക്കെ അത് പിടിച്ചിടുന്നത്. ഒരുപാട് ത്യാഗവും കഷ്ടമൊക്കെ സഹിച്ചിട്ടാന്നേ. എല്ലാവരും കേട്ടോട്ടെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാവരെയും സ്നേഹിക്കുന്നതുകൊണ്ട്, എല്ലാവരെയും ബഹുമാനിക്കുന്നതുകൊണ്ട്, എല്ലാവരെയും കരുതുന്നതുകൊണ്ട്, എല്ലാവർക്കും കീഴ്പ്പെട്ട് ഇരിക്കുന്നത് കൊണ്ട് അവരും കൂടെ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളത് ഷെയർ ചെയ്യുക, നിങ്ങളത് മറ്റുള്ളവരെ അറിയിക്കുക, ഇതിന് ലിങ്ക് പകർന്നു കൊടുക്കുക. ഈ മഹത്തായ കാര്യത്തിൽ ഒരു ഷെയറാകുക, കൂട്ടാളിയാകുക. ഓക്കെ, പോട്ടെ. അപ്പോൾ അങ്ങനെ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് രാജാവിന് ബോധ്യമായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ 48-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. രാജാവ് ദാനിയേലിനെ മഹാനാക്കി. അതിൻ്റെ 47-ാമത്തെ വാക്യം. രാജാവ് ദാനിയേലിനോട്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇതൊന്ന് കേട്ടേക്കിട്ടോ, മറന്നുകൊണ്ടോ ഒന്ന് കേട്ടേക്ക്. രാജാവ് ദാനിയേലിനോട് നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട്. അതാണ് പ്രാപ്തി. പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും ഞങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും ആകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവന് അനേകം വലിയ സമ്മാനങ്ങളും കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു. ആക്കി വെച്ചു. 40 വാക്യമാണ് വായിച്ചത്. 48. അല്ല, ആദ്യം വായിച്ചത് തുടങ്ങിയ അവിടെ നിന്നാണ്. 47. 46-ാം വാക്യം ഒന്ന് വായിച്ച്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. മതി. മഹാനായ രാജാവ്, ഉന്നതനായ ശ്രേഷ്ഠനായ അറിയപ്പെടുന്ന രാജാവ്, അടിമച്ചെറുക്കനായ യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന അടിമച്ചെറുക്കനായ ദാനിയേലിൻ്റെ മുമ്പിൽ വീണ് നമസ്കരിച്ചു. 1000 നാവ് കൊണ്ട് 10,000 പ്രാവശ്യം പറഞ്ഞാലും കേൾവിക്കാരുടെ ചെവിക്കകത്ത് കയറി മറ്റേ ചെവി കൂടെ പോകുന്നതല്ലാതെ ഇതിനൊന്നും മൂല്യം കൊടുക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഓർത്തുകൊള്ളുക.
ദൈവരഹസ്യം വെളിപ്പെട്ട് കിട്ടിയവർ എത്ര ചെറിയവരായാലും അവരുടെ കയ്യിൽ സംഭവ സ്റ്റോക്കുണ്ട്. അവർ പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. അവർ ചോദിച്ചാൽ സ്വർഗത്തിലെ രഹസ്യം പുറത്തു വരും. മനുഷ്യനുള്ള ബന്ധത്തിലെ രഹസ്യം പുറത്തു വരുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ മഹാന്മാർക്കാർക്കും നിർവാഹമില്ല. ഇന്നത്തെ പോക്ക് നോക്കണ്ട, ഇതധികം നീളുകയില്ല. നിങ്ങൾ വിചാരിക്കും ഞാൻ ഇന്ത്യയെക്കുറിച്ച് അല്ല, ലോകരാജ്യ നേതാക്കന്മാരായ ഭരണാധിപന്മാരെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഉന്നതന്മാരായ ആൾക്കാർ പറഞ്ഞു, രാജ്യഭരണത്തിലിരിക്കുമ്പോൾ പറഞ്ഞതാ, ബൈബിളിനെ കൂടാതെ ഒരു രാജ്യത്തെ നീതിയോടെ കൊണ്ടുപോകാൻ കഴിയത്തില്ലെന്ന്. ആളുടെ പേര് ഞാനങ്ങ് മറന്നുപോയെന്നേ ഉള്ളൂ. ആരെങ്കിലും വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞേക്കാം. അപ്പോൾ ബൈബിളിനെ അംഗീകരിച്ച് മാനിച്ച് ബഹുമാനിച്ച് സംസാരിച്ചിട്ടുള്ള, അതിനെ വാനോളം പുകഴ്ത്തി അല്ലെങ്കിൽ അതിനെ ആദരിച്ച് പറഞ്ഞിട്ടുള്ള ഒത്തിരി ഉന്നതന്മാരുണ്ട്. എൻ്റെ വിഷയം അതല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ ഭരണത്തിനായി, പുതിയൊരു ലോകഭരണത്തിനായി കാത്തിരിക്കുന്നു. പുതിയൊരു ലോകവും പുതിയൊരു ഭരണവും. അപ്പോൾ അതുകൊണ്ട് രാജാവിൻ്റെ നിസ്കാരം കഴിഞ്ഞപ്പോൾ, ദാനിയേലിൻ്റെ മുമ്പിൽ വീണ് കിടന്ന് നിസ്കാരം കഴിഞ്ഞപ്പോൾ, ഇത് ഉച്ചക്കൃക്കാന്ന് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഇത് പരമസത്യമാണെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞു, ഈ രഹസ്യം വെളിപ്പെടുത്താൻ നീ പ്രാപ്തനായതുകൊണ്ട് നീയാണ് എൻ്റെ രാജ്യം ഭരിക്കേണ്ടത്, നീയാണ് എൻ്റെ രാജ്യത്ത് രണ്ടാമനാകേണ്ടത്. ഞാൻ ആ ഭാഗം വിടുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് മതിയെന്ന് വിചാരിക്കുന്നു. 7-ാം അധ്യായം, ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം, 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ആദ്യം വായിക്കുക. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. മറ്റൊരുത്തർക്കും ഇത് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഭരണത്തിനാരെയും കൂട്ടുകൂട്ടത്തിൽ എന്ന് പറഞ്ഞ് ഇപ്പൊ കണ്ടോ, വേറൊരു ദർശനം ഉണ്ടായതാ. പ്ലീസ് ഒന്നുകൂടി വായിക്കി. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ ദൈവമക്കളായവർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ലേ, അവർ രാജാക്കന്മാരുടെ പദവിയിലാണ് എന്ന്. അപ്പോൾ തന്നെ അവരുടെ മുകളിലൊരു രാജാവുണ്ട്, അത് യേശുക്രിസ്തു മഹാരാജാവാണെന്ന്. അവരുടെ കീഴിലുള്ള ആൾക്കാരെ കുറിച്ച് വെളിപ്പാട് 22:5 ഞാൻ വായിച്ച് പറഞ്ഞില്ലേ. ഇവിടെ പറഞ്ഞു കേട്ടോ, ദാനിയേലിനുണ്ടായ ദർശനത്തിൽ പറഞ്ഞു കണ്ടോ. അതിൻ്റെ 9-ാം വാക്യം വായിച്ചാട്ടെ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയായിരുന്നു. അത്ര ഉന്നതമായ ഒരു സിംഹാസനത്തിൽ വയോധികനായവൻ ഇരുന്നു എന്ന് പറഞ്ഞാൽ, ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തിയ ദർശനത്തിൽ വെളിപ്പെട്ടത് മഹാദൈവമായിരിക്കുന്ന യഹോവയാം കർത്താവാണ് വെളിപ്പെട്ടത്. അതിനെക്കുറിച്ച് അവൻ കണ്ടതും അവൻ മനസ്സിലായതും ഗ്രഹിച്ചതും ദൈവാത്മാവ് എഴുതാൻ പ്രേരിപ്പിച്ചതുമായ വാക്കുകളാണ് എഴുതിയത്. അത് അവൻ്റെ സിംഹാസനം അഗ്നിജ്വാല പോലെയുള്ള സിംഹാസനമായിരുന്നു. 28-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചാട്ടെ. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ദാനിയേൽ എന്ന ഞാനോ എന്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി എന്റെ മുഖഭാവവും മാറി. ഇത്രയും വലിയ ദർശനം കണ്ടപ്പോൾ അതിന് മുമ്പിൽ പോലും എനിക്ക് നിൽപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ ഭയപരവശനായി. ഞാൻ അത്രയും നിസ്സാരത്വത്തിലേക്ക് മാറിപ്പോയി. നിസ്സാരത്വത്തിലേക്ക്. മറ്റൊരു രാജാവ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ പോയിരുന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ ധ്യാനത്തിങ്ങൾ തീ കത്തി എന്ന് പറയുന്ന ലോകത്തിൻ്റെ തീയല്ല, പരിശുദ്ധാത്മാവിന് തീ കത്തിയപ്പോൾ താനിങ്ങനെ വിളിച്ചു പറഞ്ഞു, അതെ ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. എത്ര ക്ഷണികൻ. അതെ, ദാവീദ് പറയാണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ദാനിയേലിനെ പറ്റിയാണ്. ഇവൻ്റെ ഈ എളിമത്വത്തിൽ, ദൈവസാന്നിധ്യം വന്നപ്പോഴുണ്ടായ എളിമത്വത്തിൽ, ദൈവസാന്നിധ്യം വന്നപ്പോഴുണ്ടായ മറ്റൊരു എളിമത്വമാകുന്ന ദാവീദ്.
അവൻ പറഞ്ഞു, ഞാൻ ധ്യാനത്തിങ്ങൾ തീ കത്തി, ഞാൻ എത്ര ക്ഷണികനെന്ന് അറിയുമാറാകട്ടെ. എന്തേ ഉള്ളൂ നമ്മുടെ ബലവും ആരോഗ്യമൊക്കെ. എത്ര കോടി രൂപയുടെ വസ്തുക്കളാണ് കത്തിയെറിഞ്ഞത് ഒരു പ്ലെയിൻ തകർന്നപ്പോൾ. പുത്തനായിട്ടൊന്നും അല്ലല്ലോ, ഇതുപോലെ എത്രയോ സംഭവങ്ങളില്ലേ, ഉണ്ടല്ലോ. എത്രയെല്ലാം സ്വപ്നങ്ങളാണ്, എത്ര സ്വർണമാണ്, എത്ര കോടി രൂപയാണ് കത്തിച്ചാമ്പലായത്, കരികട്ടയായത്. ഞാനെന്താണ് പറഞ്ഞു വരുന്നത്? ആ 28-ാമത്തെ വാക്യത്തിൽ എന്താണ് വായിച്ചത്? ഒന്നുകൂടി കേൾക്കുക. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. ദാനിയേൽ എന്ന ഞാനോ എന്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി എന്റെ മുഖഭാവവും മാറി. എങ്കിലും ഞാൻ ആ കാര്യം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ഞാൻ ഇത്രയും ദുർബലമായി അത്രയും വലിയ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽപ്പാൻ, അത്രയും വലിയ ന്യായവിസ്താരത്തിന് മുമ്പിൽ നിൽപ്പാൻ എൻ്റെ ശരീരത്തിൻ്റെ ശേഷി മതിയായതല്ല. ഞാനോ നിങ്ങളോട് പറയുന്നത്, പുതിയൊരു ലോകവും ഭരണവും വരാൻ പോകുന്നു. മറ്റൊരു ജാതിക്ക് അത് ഏൽപ്പിക്കപ്പെടുകയില്ല. അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ അതിൻ്റെ കൂട്ടാളികളായ ഭരണാധികളായിരിക്കും. അതിലേക്ക് കൂടാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടോ? ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെ സംശയമുണ്ടോ? അങ്ങനെയുള്ളവരോട് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇത് പുച്ഛമായി തോന്നും. അതിനൊരു ഉദാഹരണം പറയാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 14-ാമത്തെ വാക്യം ഒരു ഉദാഹരണം. അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. മരുമക്കളോട് ഫാദറിലോ അല്ലെങ്കിൽ അമ്മായിപ്പൻ ചെന്ന് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. അമ്മാവിയപ്പൻ പറഞ്ഞത് കളിയാണെന്ന് മരുമക്കൾക്ക് തോന്നി. അതാണ് സംഭവം. സോദോം എന്ന ആ ദേശത്തിൻ്റെ പാപത്തിൽ സഹികെട്ട ദൈവം അതിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ലോത്തും കുടുംബവും അവർ 4 പേര് അവിടെ ഉണ്ട്. അവരെ നശിപ്പിക്കാൻ ദൈവത്തിന് മനസ്സ് വരുന്നില്ല. അബ്രഹാമിൻ്റെ കൂടെ എങ്ങോട്ടെന്നറിയാതെ സ്വന്തം വീട് വിട്ട് ഇറങ്ങി പോകുന്നവരാ. അതുകൊണ്ട് ദൈവം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ഇന്ന് രാത്രി പ്രഭാതത്തിൽ സോദോം പട്ടണം ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും വീണ് നശിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വിട്ട് പോയിക്കൊള്ളുക. ആരെങ്കിലും നിൻ്റെ കൂടെ കൂട്ടാനെങ്കിൽ കൂട്ടിക്കൊള്ളുക. ഇത് കേട്ട് അതുപോലെ വിശ്വസിച്ച്, അതുപോലെ മനസ്സിലാക്കി, അതുപോലെ അംഗീകരിച്ച ലോത്ത് പെൺമക്കളെ വിവാഹം ചെയ്യാൻ ഉറപ്പിച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാർ, യൗവനക്കാരായ പുരുഷന്മാരോട് ചെന്ന് സംസാരിച്ചു. അവർ പറഞ്ഞു, ഇത് കളി പറയുന്നു. സ്തോത്രം. എല്ലാ കാലത്തും ഈ കൂട്ടരുണ്ട്. ദൈവശബ്ദം പറയുമ്പോൾ, ദൈവാലോചന പറയുമ്പോൾ ഇതൊക്കെ കളി പറയുന്നതാണെന്നേ. ആകാശത്ത് തീയും ഗന്ധകവും വീണ് ആ പട്ടണം ചുട്ടപ്പോൾ ഇന്നും അത് ചാവുകടലായി കിടക്കുകയാണ്. പട്ടണം ചുട്ടപ്പോൾ ഇവരും അതിനകത്ത് വെന്തുപോയി കാണും. പറഞ്ഞു വന്നതേ, ഇത് കളിയല്ല. ഞാനീ പറയുന്നത് കളിയല്ല. അതിനെപ്പറ്റി യേശു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഒരുപാട് കാല വ്യത്യാസമുണ്ട്, വർഷ വ്യത്യാസമുണ്ട്. യേശു പറഞ്ഞത് ലൂക്കോസ് 17:29-30 നോക്കാതെ തന്നെയാണ് യേശു പറഞ്ഞത്. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. കർത്താവ് രാജ്യം ഭരിക്കാൻ വരുമ്പോൾ അവണ്ണം തന്നെയാകും. അടുത്തത് അത് താഴ്ത്തു വായിച്ച്. അന്ന് വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങിപ്പോകരുത്. അവണ്ണം വയലിലിരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. പിന്നെ ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളു. മതി.
ഈ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് യേശുവിൻ്റെ സംഭാഷണത്തിനകത്ത് എന്നാ സ്ഥാനമുള്ളത്? എന്തിനാണ് അവളെ ഇവിടെ ഉച്ചരിക്കുന്നത്? ഞാൻ പലവട്ടം എന്നോട് തന്നെ ഞാനത് അയവർക്കി ദൈവത്തോട് ചോദിച്ചു, പുസ്തകത്തിൽ നോക്കി, ലോകത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളി. സ്തോത്രം, സ്തോത്രം. യേശു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ ചേരുന്നതല്ലല്ലോ അത്. പക്ഷേ ഒരു സംഭവത്തെ സ്ഥിരീകരിക്കാൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി, ബലപ്പെടുത്താൻ വേണ്ടി മറ്റതിന് മുമ്പ് നടന്നൊരു സംഭവത്തെ എടുത്ത് ഉദ്ധരിച്ചു കാണിക്കാൻ, ആ ഉദ്ധരണിയാണത്. ലോകത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളി. 3 കാര്യം പറഞ്ഞായിരുന്നല്ലോ. ആരോടൊക്കെ? ലോത്തിനോട്, ഭാര്യയോട്, പെൺമക്കൾ 2 പേരോട് പറഞ്ഞിരുന്നല്ലോ 3 കാര്യം. 1, ഓടിപ്പോക. 2, പുറകോട്ട് നോക്കരുത്. 3, ഇന്ന സ്ഥലത്തേക്ക് പോകണം. 3 കാര്യവും ചെയ്യാൻ പുറപ്പെട്ടു. ലോകത്ത് 3 കാര്യത്തിൽ മുമ്പോട്ട് പോയി. പെൺമക്കൾ 3 കാര്യത്തിൽ മുമ്പോട്ട് പോയി. പെൺമക്കളുടെ അമ്മ, ലോകത്തിൻ്റെ ഭാര്യ, ഒന്ന് പുറകോട്ട് നോക്കി. അവൾ അവിടെ സ്റ്റക്കായി, അനങ്ങാൻ വയ്യാതായി. അത് ഉപ്പ് തൂണായി. ആ ഉപ്പ് തൂണിനെ ചൂണ്ടിക്കൊണ്ട് യേശു പറയുകയാണ്, ലോകത്തിൻ്റെ ഭാര്യ ഓർത്തുകൊള്ളുക. മരുമക്കളുടെ പേരൊന്നും അവിടെയെങ്ങും ഇല്ല, അതൊക്കെ ചാമ്പലായിപ്പോയി. സ്തോത്രം. എന്താ പറഞ്ഞത്? ഉദാഹരണം പറയാമെന്ന്. എന്താ ഉദാഹരണത്തിൻ്റെ പ്രധാന കണ്ടൻസ് ഇതാണ്, അല്ലെങ്കിൽ വാക്കെന്താണ്? കളി പറയുന്നു. കളി. എന്നാൽ നിങ്ങളോട് സെല്യൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത്, കളിയല്ല, കള്ളമല്ല, കഥയല്ല. സംഭവിച്ച ചരിത്ര വസ്തുതയാണ്, സത്യമാണ്, കാര്യമാണ് പറയുന്നത്. ഈ സംഭവിക്കാൻ പോകുന്ന കാര്യം കാലാകാലങ്ങളിൽ അതാത് കാലത്ത് ജീവിച്ചിരുന്ന ഭക്തന്മാർക്ക്, വിശുദ്ധന്മാർക്ക് ദൈവം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തിയ വെളിപ്പാടിൽ നിന്നാണ് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് അത് പറയുവാൻ സംഗതിയായത്. കർത്താവ് നിങ്ങളെ ആ വിഷയത്തിൽ ബലപ്പെടുത്തട്ടെ, സ്ഥിരപ്പെടുത്തട്ടെ. അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി 2 തീമോഥെയോസ് 3:4-5 കൂടി വായിച്ചാം. സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി. അവരെ ധാർഷ്ട്യക്കാരോ? മനുഷ്യരെ പറ്റി അങ്ങനെയുണ്ടോ? ധാർഷ്ട്യക്കാർ, പിന്നെ നിഗളികൾ, പിന്നെ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. മതി മതി മതി. ദൈവപ്രിയമില്ല, ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തി ത്യജിക്കുന്നവർ. വേഷത്തിൽ ഭക്തിയാണ്. കഴിഞ്ഞ ഏതോ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ, വായിൽ ദൈവമാണ്, ഹൃദയത്തിൽ ദൈവമില്ല. ദൈവം പറഞ്ഞു ഇവരെ പറ്റില്ല, വേണ്ട. ഇതെങ്ങനെ അറിയുന്ന ദൈവം? ദൈവം സ്കാൻ ചെയ്ത് നോക്കുകയാണ്. അവരെ ആകമാനം ഒന്ന് വിലയിരുത്തി നോക്കുകയാണ്. വായിലേ ഉള്ളൂ, ഹൃദയത്തിലില്ല. ചതിയിൽ പെടല്ലേ, സാത്താൻ്റെ വഞ്ചനയിൽ ആ കുഴിയിൽ വീഴല്ലേ. അവൻ്റെ വശീകരണത്തിൽ ഹൗവ പെട്ടുപോയതുപോലെ നിന്നെ കുറച്ചും കൂടെ ഉയർത്താൻ കഴിയും. ഇത് പോരാ നിനക്ക്, ആ പഴം നിന്ന് ദൈവത്തെ പോലെ ആകുക എന്ന് പറഞ്ഞപ്പോൾ പെണ്ണെന്ന നിലയ്ക്കും ഉയർച്ച കേട്ടപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചും ദൈവത്തിൻ്റെ വാക്കെ തള്ളിയിട്ട് സാത്താൻ്റെ വാക്കെടുത്തു. ഓർത്തുകൊള്ളുക. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്തില്ലെങ്കിൽ നഷ്ടം ദൈവത്തിനല്ല, കേട്ടവരാരാണോ അവർക്കാണ് നഷ്ടം. ഇവിടെ പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം. ഇത് ഇങ്ങനെയൊരു കാര്യം വരുമ്പോൾ ഭക്തിയുടെ വേഷമൊക്കെ കളയാൻ സമയം കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? പണത്തിൻ്റെ പിന്നാലുള്ള പരക്കം പാച്ചിന് സമയം കഴിഞ്ഞു. ധനത്തിൻ്റെ പിന്നാലെ വലിയ കൊട്ടാരം പോലെ വീടുണ്ടാക്കാൻ, ഏറ്റവും വലിയ വിലയുള്ള കാറ് വാങ്ങിക്കാൻ,
എന്ന് വേണ്ട ലോകത്തിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ മറ്റാരേക്കാൾ മുമ്പനാകാനുള്ള തത്രപ്പാടിൻ്റെ കാലം കഴിഞ്ഞു സഹോദരി കഴിഞ്ഞു. ഇനി നിന്നെ സൃഷ്ടിച്ച് ഇതുപോലെ മെനഞ്ഞ് ഇത്രയും നാൾ ജീവിക്കാൻ അനുവദിച്ച് ലോകത്തിലാക്കിയ നിനക്ക് വേണ്ടി നിന്റെ പാപത്തിന് പ്രായശ്ചിത്ത ബലിയായി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ നോക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ച് പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ, ഈ കാര്യം ഓർക്കാനിടയാകട്ടെ. അങ്ങനെ നമുക്ക് ഈ ചിന്ത ഇവിടെ ചുരുക്കം അവസാനിപ്പിക്കാം. 2 കൂട്ടർ കാത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. 1, ഈ പ്രപഞ്ചം കാത്തിരിക്കുന്നു. 2, ദൈവമക്കളായ വിശുദ്ധന്മാർ കാത്തിരിക്കുന്നു. പുതിയൊരു ഭരണം ഉണ്ടാകാൻ വേണ്ടി മറ്റൊരു ജാതിക്ക് അത് ഏൽപ്പിക്കപ്പെടുകയില്ല. അതാണ് ദാനിയേൽ 2:44 വായിച്ചത്. മറക്കണ്ട. ആ ലോകത്തിൻ്റെ മരുമക്ക് പറ്റിയതുപോലെ പറ്റാതിരിപ്പാൻ ഗൗരവമായി നമുക്ക് ശ്രദ്ധിക്കാം. വളരെ വിലപ്പെട്ടതായി നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് അതിനു വേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ദൈവം സംഗതിയാകട്ടെ. സ്തോത്രം. ആ 2:44 ഒരിക്കൽ കൂടെ നമുക്ക് കേട്ടിട്ട് ഒരു വാക്ക് അതിൽ നിന്നെടുത്ത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ രാജാക്കന്മാരുടെ കാലത്ത്, ഈ ഭരണാധിപന്മാരുടെ കാലത്ത് സ്വർഗത്തിനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കും, ഒരിക്കലും നശിച്ചു പോകത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഓർക്കുക, സഹസ്രാബ്ദ വാഴ്ച യേശു ലോകത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് വെളിപ്പാട് പുസ്തകം 19-ലും 20-ലും എഴുതിയിരിക്കുന്ന പ്രകാരം സാത്താനെയും അവൻ്റെ അനുചരന്മാരെയും അഥവാ കള്ളപ്രവാചകനെയും അന്തിക്രിസ്തുവിനെയും പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് പൂട്ടും. ആ ലോകഭരണത്തിൽ ഒരു രാജാവ് നീതിയോടെ വാഴുന്ന കാലം. ആ നീതിയോടെ വാഴുന്ന കാലത്ത് കൂടെ നിന്ന് അധികാരം നടത്തുന്ന പേരാണ് പ്രഭുക്കന്മാർ. അവരെ വിളിച്ചതാണ് അവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ. അങ്ങനെയുള്ള ആ നല്ല നാളിനു വേണ്ടി ലോകം നോക്കി പാർക്കുന്നു, വിശുദ്ധന്മാർ നോക്കി പാർക്കുന്നു, പ്രപഞ്ചം അതിനു വേണ്ടി കാത്തു നിൽക്കുന്നു. ഇന്നലെ നാളെ സംഭവിക്കുന്ന പ്രപഞ്ചത്തിനറിയാം. പ്രപഞ്ചത്തിനറിയാവുന്ന കാര്യം പ്രപഞ്ചത്തിൽ നിന്ന് ആസ്വദിക്കുന്ന മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. അവർ പറയും കളി പറയുകയാണ്, അവർ പറയും ഇത് മെനക്കേടാണ്. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞത് ഇനി ആവർത്തിക്കുന്നില്ല എങ്കിൽ കൂടെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഡോക്ടറുടെ വീട്ടിലും അതുപോലെ മറ്റേതൊരു കാര്യത്തിന് പോകുമ്പോഴും ഏത് ഓഫീസിൽ ചെല്ലുമ്പോഴും മണിക്കൂറുകൾ നോക്കാൻ കാത്തിരിക്കാൻ ഇഷ്ടമുണ്ട്. കാരണം അത് അവൻ്റെ ആവശ്യമാണ്. ഇത് അവൻ്റെ ആവശ്യമല്ലാത്തതുകൊണ്ട് ഇതിന് മുമ്പിൽ 30 മിനിറ്റ് തിരവിടാൻ അവന് സമയമില്ല. ഈ ചതിക്കുഴി, സാത്താൻ്റെ വഞ്ചനയുടെ ആ ചതിക്കുഴിയിൽ നിന്ന് കയറുവാൻ ഈ പ്രബോധനം, ഈ വാക്ക്, ഈ സന്ദേശം നിങ്ങളെ തുണയ്ക്കട്ടെ, ഒരുക്കട്ടെ, സഹായിക്കട്ടെ. നിങ്ങളെ ഞങ്ങൾക്ക് കർത്താവ് നാമത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു നിമിഷം ഞാൻ വേർതിരിക്കട്ടെ. കർത്താവ് ഈ വാക്കുകളാലും വചനങ്ങളാൽ നിങ്ങളെ ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. തിരിഞ്ഞു നോക്കാൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇടയാകട്ടെ. സ്വർഗീയ പിതാവേ, യേശുരക്ഷിതാവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഈ രാവിലത്തെ പ്രഭാഷണം കേട്ടവരായ എൻ്റെ പ്രേക്ഷകരോട് ദൈവം കരുണ കാണിച്ചിട്ട് അവരുടെ അറിവില്ലായ്മയെയും പാപത്തെയും ക്ഷമിച്ച് സ്വന്തം വഴിക്ക് തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിൽ നിന്ന് അവരെ വിടുവിച്ച് കർത്താവെ അവരെ ഭക്തിയുടെ വേഷധാരികൾക്ക് അപ്പുറത്തേക്ക് ഭക്തിയുടെ യാഥാർത്ഥ്യ ബോധത്തിലേക്കും ദൈവസാന്നിധ്യത്തിലേക്കും ദൈവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏതൊരു പ്രശ്നങ്ങളിൽ അവരകപ്പെട്ട് കിടക്കുന്നുവോ ആ പ്രശ്നങ്ങളുടെ വേരിയേഷൻ്റെ അവസ്ഥയിൽ നിന്ന് അവരെ വിടുവിച്ച് കർത്താവെ രോഗത്തിൻ്റെ ഭാഗത്തു നിന്ന്, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ ഭാഗത്തു നിന്ന്, കുടുംബ ഇടർച്ചയുടെ ഭാഗത്തു നിന്ന്, അങ്ങനെ ഏതെല്ലാം പ്രശ്നങ്ങൾ കുരുങ്ങി കിടക്കുന്നുവോ ആ എല്ലാ കുരുക്കും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ, നീങ്ങിപ്പോകട്ടെ. അവർ സ്വതന്ത്രരാകട്ടെ, അവർ സംതൃപ്തരാകട്ടെ. ദൈവത്തെയും ദൈവവചനത്തെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവരെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ.
സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. വിശുദ്ധജനത്തെ ചേർക്കുവാൻ വേഗം വരുന്ന യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.